നിർത്തിയല്ലോ. അങ്ങനെ മൈദ മൈദ ഒരു രക്ഷയില്ല. രക്ഷയില്ല, പൊറോട്ട ഒന്നും പറ്റൂല. അടുപ്പിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയും മൈദ എതിരാ. അപ്പൊ എന്നോട് പറയും പൊറോട്ട എന്ന് പറഞ്ഞ സാധനം കഴിക്കരുത്, അത് ഭയങ്കര വൃത്തിയുടെ സാധനമാണ്. എന്നോട് അമ്മ അങ്ങനെ ഉപദേശിക്കും. അപ്പൊ ഒരു ദിവസം ഞാൻ അച്ഛന്റെ ആശുപത്രി പരിപാടിയൊക്കെ കണ്ട് ഞാൻ ഭയങ്കര വിഷമിച്ച്, അച്ഛൻ ഇനി ജീവിക്കൂല എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുക. ഡോക്ടർ ഇതൊക്കെ ഞാൻ കേട്ടിട്ട് ഞാനും അമ്മയും, ഏട്ടൻ അന്ന് പിറ്റേ ദിവസം ചെന്നൈയിൽ നിന്ന് വരുന്നുള്ളൂ. അപ്പൊ ഞാനും അമ്മയും വിഷമിച്ച് ഹോസ്പിറ്റലിലെ റൂമിലെത്തി സങ്കടപ്പെട്ടിരിക്കുക. അപ്പൊ ഒന്നും കഴിച്ചിട്ടില്ല അമ്മ രാവിലെ തൊട്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഞാനും അമ്മ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ ഞാൻ ചോദിച്ചു, അമ്മ എന്തെങ്കിലും കഴിക്കണ്ടേന്ന് ചോദിച്ചു. നീ എന്തെങ്കിലും പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നു. ഞാനപ്പോ റൂമിൽ ഫോണുണ്ട്. അപ്പൊ ക്യാൻറ്റീനിലോട്ട് ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു എന്തുണ്ട് കഴിക്കാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ചപ്പാത്തി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, പൊറോട്ടയുണ്ട്. ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, പൊറോട്ട. അപ്പൊ അമ്മ 2 പൊറോട്ടയും 1 ബീഫ് റോസ്റ്റും പറഞ്ഞു. അമ്മ സത്യം പറഞ്ഞു 2 പൊറോട്ട പറഞ്ഞു.